നമസ്കാരം. ബി.ജെ.പിയുടെ ചരിത്രത്തിലെ ഒരു സുവർണ ദിനമായിരുന്നു ഇന്ന്. പശ്ചിമ ബംഗാളിലെ ആദ്യത്തെ ബി.ജെ.പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖരുടെ നീണ്ട നിരയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത്. പശ്ചിമ ബംഗാളിലെ ബി.ജെ.പി നേതൃത്വത്തെ സംബന്ധിച്ചൊക്കെ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമായിരുന്നു. പക്ഷേ സത്യപ്രതിജ്ഞ ചടങ്ങിനൊപ്പം തന്നെ അവിടെ നടന്ന മറ്റൊരു കാര്യമാണ് ഏവരെയും വികാരാധീനരാക്കിയത്. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വേദിയിലുണ്ടായിരുന്ന വളരെ പ്രായം ചെന്ന ഒരു വ്യക്തിയുടെ പാദം തൊട്ട് നമസ്കരിക്കുകയും അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് ദീർഘനേരം സംസാരിക്കുന്നതും കാണാമായിരുന്നു. പശ്ചിമ ബംഗാളുകാർക്ക് ഇതാരാണ് എന്ന് അറിയാമായിരുന്നു എങ്കിലും പശ്ചിമ ബംഗാളിന് പുറത്തുള്ള മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി എത്രയും ആദരവോടുകൂടി പാദ നമസ്കാരം നടത്തി കെട്ടിപ്പിടിച്ച് വിശേഷങ്ങൾ തിരക്കുന്ന വ്യക്തി ആരാണ് എന്ന് പലരും തിരക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ ചെന്നെത്തിയത് മാഖൻലാൽ സർക്കാർ എന്ന വ്യക്തിയിലേക്കാണ്. മാഖൻലാൽ സർക്കാർ എന്നായിരുന്നു പ്രധാനമന്ത്രി ആദരിച്ച, അദ്ദേഹം ആലിംഗനം ചെയ്ത് സ്വീകരിച്ച ആ വന്ധ്യ വയോധികൻ്റെ പേര്. ഇദ്ദേഹത്തെ ബംഗാളുകാർക്ക് അറിയാമെങ്കിലും ബംഗാളിന് പുറത്തുള്ളവർ പലരും ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അറിയുന്നത് ഇന്നാണ്. ഇദ്ദേഹം ജനസംഘം നേതാവൊക്കെ ആയിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ ഏറ്റവും അടുത്ത അനുയായിയിൽ ഒരാളായിരുന്നു. ശ്യാമപ്രസാദ് മുഖർജി ജമ്മു കാശ്മീരിൽ ദേശീയ പതാക ഉയർത്താൻ പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹചാരിയായി ഒപ്പമുണ്ടായിരുന്ന ആളാണ് ഈ സർക്കാർ. അന്ന് പോലീസ് പിടികൂടി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി അദ്ദേഹത്തോട് മാപ്പപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മാപ്പപേക്ഷിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു ദേശഭക്തി ഗാനമായിരുന്നു കോടതിയിൽ ആലപിച്ചത്. സംസാരിച്ചതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കിയ ജഡ്ജ് അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങാനുള്ള 1ാം ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയും വഴിച്ചെലവിനായി 100 രൂപ നൽകുകയും ചെയ്തു. 100 രൂപ എന്ന് പറയുമ്പോൾ 1952 100 രൂപയാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ അത്രയും പ്രഗത്ഭനായൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നീട് 1980 ബി.ജെ.പി രൂപീകരിച്ച സമയത്ത് പശ്ചിമ ബംഗാളിലെ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളായി മാറുകയായിരുന്നു അദ്ദേഹം. വളരെ നിസ്വാർത്ഥനായ ഒരു പ്രവർത്തകനായിരുന്നു മാഖൻലാൽ സർക്കാർ. അദ്ദേഹത്തിന് വേണമെങ്കിൽ പിൽക്കാലത്ത് അധികാരത്തിൻ്റെ ശ്രേണികളിലേക്ക് കയറിപ്പോകാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു എങ്കിലും അതിൽ നിന്നെല്ലാം വിട്ടുമാറി പാർട്ടി പ്രവർത്തനത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിന് 98 വയസ്സാണ് പ്രായം. ഇപ്പോഴും അദ്ദേഹം പൊതുരംഗത്ത് സജീവമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റേജിൽ ആ സംസ്ഥാനത്തെ തന്നെ ആദരവർപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം സർക്കാരിനെ വന്ദിച്ചതും അദ്ദേഹവുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടതും എല്ലാം തന്നെ. 1980 ബി.ജെ.പി രൂപീകരിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ തൻ്റെ മേഖലയിൽ മാത്രം 10,000 പേരെ പാർട്ടിയിൽ അംഗങ്ങളായി ചേർക്കാൻ കഴിഞ്ഞ വ്യക്തി കൂടിയാണ് സർക്കാർ. അങ്ങനെയുള്ള ഏറ്റവും ആദരണീയനായ ഈ വ്യക്തിയെയാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ആദരിച്ചത്. ഏതായാലും വളരെ വികാരനിർഭരമായ രംഗങ്ങളാണ് അവിടെ നടന്നത്. ഈ ചടങ്ങ് കാണാനെത്തിയ അതിൽ പങ്കെടുക്കാനെത്തിയ ആളുകളൊക്കെ തന്നെ പലരും വളരെ വൈകാരികമായിട്ടാണ് ഈ ഒരു സന്ദർഭത്തോട് പ്രതികരിച്ചത്. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ പ്രസ്ഥാനത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയുമൊക്കെ ഇത്രയും വലിയൊരു സേവനം നടത്തിയ വ്യക്തിയെ നേരിട്ട് പൊതുവേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പാദ നമസ്കാരം നടത്തിയതും അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചതുമൊക്കെ തന്നെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി താൻ ഈ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ജനങ്ങളെ എത്രമാത്രം ആദരിക്കുന്നു എന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമായി മാറുകയായിരുന്നു. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി നേടിയ 207 സീറ്റുകളുടെ തിളക്കത്തേക്കാൾ മോഹൻലാൽ സർക്കാരിനെ പോലെയുള്ളവരുടെ ത്യാഗമാണ് പാർട്ടിയെ ഇവിടെ വരെ എത്തിച്ചതെന്നും ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി പ്രസംഗിക്കുകയും ചെയ്തു. ബംഗാളിലെ രാഷ്ട്രീയ മാറ്റത്തിന് പിന്നിലെ ശക്തികളായി അല്ലെങ്കിൽ അതിനുവേണ്ടി അധ്വാനിച്ചവരുടെ കൂട്ടത്തിൽ പ്രഥമഗണനീയമായ പേര് തന്നെയാണ് മോഹൻലാൽ സർക്കാരിൻ്റേത്. ഏതായാലും ഇന്ന് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ഈ ഒരു മഹാമനുഷ്യനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ പ്രധാനമന്ത്രി തന്നോട് ഇത്രയും സ്നേഹവും ആദരവും ഒക്കെ കാണിക്കുമ്പോഴും വളരെ വിനയാന്വിതനായിട്ടാണ് അദ്ദേഹം ആ വേദിയിൽ നിന്നത്. ഇതിൻ്റെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം താൻ എത്രയോ കാലം അധ്വാനിച്ചതിൻ്റെ ഗുണഫലം ഇന്ന് പാർട്ടിക്ക് ബി.ജെ.പിക്ക് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തന്നെപ്പോലെയുള്ള നിരവധി പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ബി.ജെ.പിക്ക് പശ്ചിമ ബംഗാളിൽ ഇന്ന് അവിടെ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് മികച്ചൊരു മാതൃകയാണ്. രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവയെ നയിക്കുന്നവരുമൊക്കെ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി നാടിന് വേണ്ടിയും ഏറെ കഷ്ടപ്പെട്ട തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച ഒരു വ്യക്തിയെ എങ്ങനെയാണ് ആദരിക്കുന്നത് എന്ന്.